മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്ക് കൃഷി എന്ന പോലെ പണ്ട് വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഓമനിച്ച് വളർത്തുന്ന ഒട്ടനവധി പുഷ്പവൃക്ഷങ്ങളുണ്ട്, പൂച്ചെടികളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മുൻപിലിരിക്കുന്ന ഈ തെറ്റി എന്ന് പറയുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഇതൊന്ന് പ്രത്യേകിച്ച് വച്ച് പിടിപ്പിച്ച് പരിപാലിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മുടെ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ, കാടുകളിൽ കാട്ടുതെറ്റികൾ നല്ല രീതിയിൽ വളർന്ന് ഇഷ്ടംപോലെ പൂക്കൾ നമുക്ക് തന്നുകൊണ്ടിരുന്നു. അത്തം കുതിച്ചാൽ കുട്ടികൾ അത് ആ പൂക്കൾ ഇറുക്കാൻ വേണ്ടി കാടുകളിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പൂക്കളുമായിട്ട് തിരിച്ചു വരുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്ഥിതി മാറിയിരിക്കുന്നു. കാടുകൾ ഇല്ലാതായിരിക്കുന്നു. അവിടെ എല്ലാം കൃഷിഭൂമികളായി. കൃഷിഭൂമി എന്ന് പറയുമ്പോൾ റബ്ബറും അങ്ങനെയൊക്കെയുള്ള കൃഷികളായതുകൂടി ഇത്തരത്തിലുള്ള പൂച്ചെടികളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. അതുകൊണ്ട് തന്നെ ഇവയുടെ അഴകും അതുപോലെ തന്നെ ആമോദവും ഒക്കെ ആസ്വദിക്കേണ്ടതും ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ഒപ്പം നമ്മൾ ഒരു മൂട് തന്നെ തെറ്റി ഒരു ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ നിറഞ്ഞ് പൂക്കൾ നിൽക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതും വലിയ പൈസ ചെലവില്ലാതെ. ആ രീതികളൊക്കെയാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. പണ്ട് നമ്മൾ തെറ്റിയെ സംബന്ധിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നല്ല പ്രതികരണം ഉണ്ടായി. ഒപ്പം പറഞ്ഞായിരുന്നു കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ഇടണമെന്ന് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രകാരമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തെറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് പല നിറങ്ങളിൽ പൂക്കളുണ്ടാവുന്ന തെറ്റുകൾ നേഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല വലിപ്പത്തിലും പൂക്കളുണ്ടാവുന്ന തെറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തറയിൽ നടുകയാണെങ്കിൽ ഏത് തെറ്റിയും കുറച്ചുകൂടി വളരും. പക്ഷേ പരിചരിക്കാൻ എളുപ്പമെന്ന് ഞാൻ പറയുന്നത് വേനൽക്കാലത്തൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചട്ടിയിൽ വളർത്തുന്നതാണ്. മണ്ണിൽ വളർത്തിയാൽ കുറച്ച് വെള്ളം ഒക്കത്തില്ല. കാരണം ആ ചുറ്റുപാടും നനഞ്ഞെങ്കിൽ മാത്രമേ മണ്ണ് വലിച്ചെടുത്തുള്ളൂ. കാരണം ചട്ടിയിലൊക്കെ നമ്മൾ തെറ്റി ഉൾപ്പെടെയുള്ള ചെടികൾ നിർത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് നടിയിൽ മിശ്രിതം തയ്യാറാക്കുന്നതിനെ പെട്ടെന്ന് കുതിരത്തക്ക രീതിയിലുള്ള നടിയിൽ മിശ്രിതം നമ്മൾ അതിനകത്തിരുന്നേ. നമ്മൾ പ്രധാനമായിട്ട് കരിയിലപ്പൊടി, അതല്ലെങ്കിൽ കരിയിലപ്പൊടി കിട്ടാത്ത ചകിരിച്ചോറ്, അതുപോലെ തന്നെ കുറച്ച് മണ്ണ്, ബാക്കി കരിയിലകൾ, പിന്നെ വളങ്ങൾ, ഇതെല്ലാം അവിടെ ചേർത്ത് അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് നനയും. എന്ന് മാത്രമല്ല നമുക്ക് ആ ചട്ടിയുടെ ഷേപ്പ് അനുസരിച്ച് ഈ തെറ്റി വെട്ടി ക്രമീകരിപ്പിക്കാൻ സാധിക്കും. പിന്നെ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുവെക്കാൻ സാധിക്കും, മാറ്റി വെക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പലവിധ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിൽ നടുന്നത്. തറയിൽ നടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് കൂടുതൽ പൂക്കൾ, ഇപ്പോൾ ഒരു തെറ്റിയിൽ ഒരു 5 കുല പൂക്കളെ ഉള്ളെന്ന് വെച്ചാൽ 5 കുല പൂക്കളെ ഉള്ളെങ്കിൽ ഇതൊരു 25 കുല പൂക്കളാക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള, നമ്മളൊന്നും പൈസ ചിലവില്ലാതെ തന്നെ 25 കുല പൂക്കൾ നമുക്ക് ഉണ്ടാക്കണം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതുള്ള? അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഞാൻ പറയാൻ പോകുന്ന വളം ഇട്ട് കൊടുക്കുക. ഒപ്പം ഇതിൻ്റെ ശിഖരങ്ങൾ, ഇപ്പം ഇത് പൂത്ത് നിൽക്കുക, ഇതെങ്ങനെയാണ് കണ്ടിച്ച് കളയുന്നത് എന്നൊന്നും വിചാരിക്കാതെ ഇതിൻ്റെ ശിഖരങ്ങളൊന്ന് മുറിച്ചും കളഞ്ഞ് ചെയ്യാമെങ്കിൽ ഇതിൻ്റെ അടുത്ത പൂക്കൾ വരുമ്പോൾ ഇത് നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സീസണിലും പൂക്കുന്ന ഒരു ചെടിയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഏറ്റവും നന്നായി പൂക്കുന്നത്. അപ്പം ഞാൻ ഈ ചെയ്യുന്ന വളങ്ങളൊക്കെ ഒന്ന് ഇടുകയും ഇതേപോലെ സംരക്ഷിക്കുകയും ചെയ്താൽ കുലകളിൽ കുറേ ദിവസങ്ങളോളം പൂക്കൾ നിൽക്കുകയും നിറയെ കുലകളാവുകയും ചെയ്യും. അത് നമുക്ക് ചെയ്യാം. ഇത് തെറ്റി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒന്ന്, ഇത് ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാല കെട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മുൻകാലങ്ങളിലൊക്കെ മുത്തശ്ശിമാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ തെറ്റിപ്പൂ വിട്ട് വെളിച്ചെണ്ണ കാച്ചും. തെറ്റിപ്പൂ എടുത്ത് ഉണങ്ങി, നല്ല ഭംഗിയായിട്ട് ഉണങ്ങി, അത് പൊടിച്ച് വെളിച്ചെണ്ണ കാച്ചും. നല്ല ഉരുക്ക് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്ത് കൊച്ചുങ്ങളുടെയൊക്കെ ദേഹത്ത് പുരട്ടി കുളിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇത് പറിച്ചെടുത്ത് ഉണങ്ങി അതിൻ്റെ ഞെടുപ്പും കളഞ്ഞ അവശിഷ്ടങ്ങൾ, മോശമായ കാര്യങ്ങളെല്ലാം കളഞ്ഞ ശേഷം അത് പൊടിച്ച് പലഹാരങ്ങളുണ്ടാക്കി നമ്മൾ കഴിക്കുമായിരുന്നു. അതൊക്കെ പലഹാരങ്ങൾ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ രക്തശുദ്ധിക്ക് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൊലിക്ക് നല്ല നിറം കിട്ടാൻ ഇത് വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നത് ഉത്തമമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേരും ഔഷധ ഗുണമാണ്. അപ്പം തെറ്റിയുടെ വേരും പൂവും ഔഷധ ഗുണ സമ്പുഷ്ടമാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഒപ്പം പൂവ് പൂജാവസ്തുവായിട്ടും മാല കെട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ തെറ്റിക്ക് നമ്മൾ ചെയ്യുന്ന ചികിത്സ, ഇത് നിറച്ച് കായ്കൾ കിട്ടാൻ നമ്മൾ ചെയ്യുന്ന ചികിത്സയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ആദ്യം ഇതിൻ്റെ ചുവടൊന്ന് തണുപ്പിക്കുകയാണ്. വളമിടാൻ പോവുകയാണ്. കാരണം ഏതാനും ദിവസങ്ങൾ കൊണ്ട് മഴയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിതിന് ചുവടൊന്ന് തണുപ്പിച്ച് കൊടുത്തു. ചുവട് തണുപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് ഇതേപോലെ ഇച്ചിരി എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് വേരുകൾ ശക്തി പ്രാപിക്കും.
എല്ലുപൊടിക്ക് ശേഷം നമ്മൾ പിണ്ണാക്ക് വളങ്ങൾ തെറ്റിക്ക് നല്ലതാണ്. പിണ്ണാക്ക് വളങ്ങൾ 2 കാര്യങ്ങളാണ്. കീടങ്ങളെന്ന് വെച്ചാൽ മിക്ക തെറ്റിക്കുണ്ടാകുന്ന ഒരു കീടം എന്ന് പറഞ്ഞാൽ തെറ്റിക്ക് പറയത്തക്ക കീടബാധകളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ തിന്നുന്ന ഒരു കീടം ഇതിനെ ബാധിക്കാറുണ്ട് തെറ്റിയിൽ. പക്ഷേ ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിനങ്ങനൊരു കീടങ്ങളൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല, അതാ കാണിക്കാത്തത്. അപ്പോൾ ഈ നമ്മൾ പിന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ചുവട്ടിലാണെങ്കിൽ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഗന്ധം കീടങ്ങളെ അകറ്റാൻ സാധിക്കും. അതാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇലകളെന്ന് വെച്ചാൽ ഈ അഴുക്കായ സ്ഥലത്ത് കിടന്ന് അഴുകുന്ന ഇലകൾ പോരാ, പകരം നമ്മൾ വെട്ടിയെടുക്കുന്ന ഇതേപോലെയുള്ള ഇലകൾ, ഇത് ചീമക്കൊന്ന ഇലയാണ്, ഇതേപോലെയുള്ള ഇലകൾ ഇതിൻ്റെ ചുവട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് അഴുകി കഴിയുന്നുണ്ടെങ്കിൽ വീണ്ടും വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇതിന് നല്ലൊരു സംരക്ഷണമാണ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം വേണ്ടുന്ന ഒരു ചെടിയാണ് ഈ തെറ്റി. അതുകൊണ്ട് തന്നെ വെള്ളം ബാഷ്പീകരിച്ച് പോക്ക് തടയാൻ ഇത്തരത്തിലുള്ള ഈ ഇലകൾ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അഴുകിക്കിടക്കുന്ന മാലിന്യമുള്ള ഇലകൾ ദയവായിട്ട് വെച്ച് കൊടുക്കരുത്. നമ്മൾ തന്നെ കോരിയെടുക്കുന്ന ഇലകളെ തെറ്റിക്ക് നമ്മൾ വെച്ച് കൊടുക്കാവൂ. പിന്നെ ഇടയ്ക്ക് 2 നേരം വെള്ളം കൊടുക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് കളയണം. ഇപ്പോൾ ഇത് നോക്കിയത്, ഇതിപ്പോൾ ഒരു കുലയേ ഉള്ളൂ, ഒരു കുലപ്പൂവ്. ഇത് ഞാൻ മുറിച്ച് കളയുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നിരവധി കുലകൾ ഉണ്ടാവും. അത് നോക്കാം നമുക്ക്. കണ്ടോ, ഇത് ഞാൻ മുറിച്ച് കളഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് മുറിച്ച് കളയാമെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട. മുറിച്ച് കളഞ്ഞാലേ അടുത്ത തവണ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ, ഇതിന് ശേഷം ഇത് പൂക്കൾ നിറയുന്ന ഒരു വീഡിയോ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അതുകൊണ്ട് ശിഖരങ്ങൾ മുറിച്ച് കളയാൻ ഒരു കാരണവശാലും മടിക്കരുത്. ഇങ്ങനെ വേണം മുറിക്കാൻ. മൊത്തത്തിൽ താഴെ വച്ചല്ല, ആ പൂവിൻ്റെ താഴെ വച്ചാണ് നമ്മൾ മുറിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ 2 കുല പൂക്കളാണ് നമ്മളിപ്പോൾ മുറിച്ച് കളഞ്ഞത്. ഇവിടെ 4, ഇവിടെ 4, 8 കുല പൂക്കൾ ഇവിടെ ഉണ്ടാകും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഈ തെറ്റിയിൽ നിന്നിരുന്ന പൂക്കൾ മുഴുവൻ നമ്മൾ അത് മുറിച്ചു അതിൻ്റെ തറയിലിട്ടിരിക്കുകയാണ്. ഇനിയും ഒരു 30 ദിവസത്തിനകത്ത് വെച്ച് തന്നെ ഇത് നമ്മളിപ്പോൾ എത്രമാത്രം പൂക്കളാണോ മുറിച്ച് കളഞ്ഞത് അതിൻ്റെ 2-3 ഇരട്ടി പൂക്കൾ ഈ തെറ്റിയിൽ നിറയും. വളരെ നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്, അനുഭവമുണ്ട്. അപ്പം ഇത്തരത്തിലാണ് തെറ്റിച്ചെടി പരിചരിക്കേണ്ടത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഈ മുറിച്ച് കളയുന്ന ഈ പൂക്കൾ ഒരു കാരണവശാലും റോഡിൽ കൊണ്ടിടരുത്. നമ്മൾ ചവിട്ടുന്ന സ്ഥലങ്ങളിൽ വിടരുത്. കാരണം പുഷ്പങ്ങളൊന്നും തന്നെ നമുക്ക് ചവിട്ടി തേച്ച് അരച്ച് കളയാനുള്ളതല്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ നമ്മൾ ഇത് വാരി എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് മനുഷ്യരോ മൃഗങ്ങളോ ഒന്നും ചവിട്ടാത്ത രീതിയിൽ വെക്കണം. അതല്ലെങ്കിൽ മുത്തശ്ശിമാർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ അടർത്തിയെടുത്ത് ഉണക്കി നമുക്ക് എണ്ണ കാച്ചുവോ, അതല്ലെങ്കിൽ അതിൻ്റെ പൊടി ഉപയോഗിച്ച് പലഹാരം ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്യാം. അതല്ല, അതൊന്നും ഇഷ്ടമില്ലാത്തവർ വാരി ദൂരെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് തെറ്റി സംരക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി നമുക്ക് മറ്റൊരു ചെടിയും കൂടെ പരിചയപ്പെടാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ്. ഉഷമലരി എന്നൊക്കെ പറയും, പിന്നെ ശവക്കോട്ടപ്പച്ച എന്നൊക്കെ പറയും. അപ്പം ശവക്കോട്ടപ്പച്ച എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, ഈ നമ്മൾ ഈ മരണത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ മരിച്ച ആളുടെ ആദസൂചകമായി നമ്മൾ റീത്തുകൾ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ആ റീത്തുകളിൽ ഇതേപോലെയുള്ള പൂക്കൾ ചിലപ്പോൾ അതിനകത്ത് പതിപ്പിക്കും. അപ്പോൾ പൂക്കൾ പതിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്താണ്. ഈ വിത്തും കൂടെ, പാകമായ വിത്തും കൂടെ ചിലപ്പോൾ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വിത്തുകൾ അവിടെ വീണ് ആ ശവക്കോട്ടയിൽ ധാരാളം തൈകൾ കിളിച്ച് വരാൻ സാധ്യതയുണ്ട്. ധാരാളം തൈകൾ ഇതിനകത്ത് കിളിക്കുകൾ നടക്കുന്നുണ്ടാവും. ഇതുപോലെ തൈകൾ കിളിച്ച് വരും. അപ്പോൾ അങ്ങനെ അവിടെ കിളിച്ച് വരുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശവക്കോട്ട പച്ച എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ നമുക്ക് നട്ടു വളർത്തി. ഇതിന് തന്നെ 2 കളറുണ്ട്. ഇതിപ്പം വെള്ള കളറാണ്, അതുപോലെ തന്നെ ഒരു വയലറ്റ് കളറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും നല്ല രീതിയിൽ ഷേപ്പ് വരുത്തി, അതായത് നല്ല രീതിയിൽ ഒക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇഷ്ടം പോലെ പൂക്കളുണ്ടായും എല്ലാ ദിവസവും പൂക്കളുണ്ടാവും. പ്രത്യേകിച്ച് യാതൊരു വളവും നമുക്ക് ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ ശിഖരങ്ങൾ ഇപ്പം ഞാൻ മുറിക്കുകയാണ്. ഒരു ഷേപ്പ് വരുത്താൻ പോവുകയാണെന്ന് ശ്രദ്ധിച്ചേട്ടോ. ഷേപ്പ് വളർത്താൻ പോവുകയാണ് ഒരേ അളവിൽ.
ഏതൊരു ചെടികൾക്കും ഷേപ്പ്, അതിൻ്റെ ആകൃതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ നടീൽ വസ്തു എന്ന് പറയുമ്പോൾ ഈ കമ്പ് നടാം. ഈ കമ്പ് നട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ഒപ്പം ഇതിൻ്റെ അരി നമുക്ക് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കാം. ഇതും ഒരു ചില ഔഷധ ഗുണങ്ങളൊക്കെയുള്ള ഒരു സസ്യമാണ്, ഒരു ചെടിയാണ്. അത് ഞാൻ പിന്നീട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മുറ്റങ്ങളിൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ചെടികളാണ് തെറ്റിയും ഉഷാമണ്ടിയും ഒക്കെ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിതിന് പൈസ ചിലവില്ല. ഇതിനകത്ത് തന്നെ നമുക്ക് ഞാനെന്തോ ചെയ്ത് അല്പം എല്ലുപൊടി, അല്പം വേപ്പിൻമാക്ക് വിട്ടു. പിന്നീട് ചീമക്കൊന്നയുടെ ഇലയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ദിവസം ഒരു നേരമെങ്കിലും, 2 നേരം ഒഴിച്ചാൽ അത്ര നല്ലതാണ്, ഒരു നേരമെങ്കിലും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ ഇത് നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകത പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. നിറയെ പൂക്കളോടുകൂടി നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു മനോഹരമായ പൂച്ചെടിയാണ് ഈ തെറ്റി എന്ന് പറയുന്നത്. തെറ്റി എന്നാൽ വിവിധ വലിപ്പത്തിലും വിവിധ നിറത്തിലും പൂക്കളുണ്ടാകുന്ന തെറ്റികളുണ്ട്. അപ്പം ഇത് ആണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവച്ചത്. നമ്മൾ ഈ കൃഷിയെപ്പോൾ തന്നെ ചെടികളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ, കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് നമ്മുടെ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.